പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി കഴിഞ്ഞ ദിവസം പാലക്കാട് കേരളത്തിലെ BJP മുന്നണിയുടെ ഒരു ഇലക്ഷൻ പ്രചാരണാർത്ഥം വന്ന് ഉദ്ഘാടനം ചെയ്തിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരുന്ന ഒരു വാചകം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റി. രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിനെ ചാരി പറഞ്ഞതാണെങ്കിൽ പോലും കൂടെ പറഞ്ഞത് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ തന്നെ അതിനകത്ത് രംഗത്ത് നിന്ന വ്യക്തി തന്നെ കൃത്യമായ മറുപടിയും കൊടുത്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, പ്രധാനമന്ത്രി പറഞ്ഞൊരു വാചകം എന്ന് പറയുന്നത് ചെറിയൊരു വാചകമാണെങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞല്ലോ, അത് ശരിക്കും ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിപ്പോയ ഒരു സംഭവമാണ്. അതായത് കോൺഗ്രസിനെ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് കേരളത്തിലെ സ്ത്രീകളോട് പറയാനുള്ളത്. ഒരു പ്രധാനമന്ത്രിയാണ് പറയുന്നതെന്ന് ഓർക്കണം. അതായത് കോൺഗ്രസിനെ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് കേരളത്തിലെ സ്ത്രീകളോട് പറയാനുള്ളത്. പാലക്കാട് MLA സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. ഈ ഒരു വാചകമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പാലക്കാട് MLA എന്ന് പറയുന്ന ശ്രീമാൻ രാഹുൽ മാക്കൂട്ടമാണ്. രാഹുൽ മാക്കൂട്ടം സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് പറയുന്നത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണെന്ന് കണക്കൂട്ടണം. അദ്ദേഹം എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുൻ ചെയ്തികളോ അല്ലെങ്കിൽ മുൻ പ്രവർത്തികളോ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെങ്കിലും ഓർക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിലും പൊതുസമൂഹത്തിൻ്റെ ഒരു വ്യക്തി എന്ന നിലയിലും ഞങ്ങൾക്കൊക്കെ തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയിൽ ഈ കാര്യങ്ങളൊന്ന് പരാമർശിച്ചേക്കാന്ന് വെച്ചത്. എന്താണെങ്കിലും ശരി, പ്രധാനമന്ത്രി പറഞ്ഞതിന് തക്ക മറുപടി രാഹുൽ മാക്കൂട്ടം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ മുമ്പ് തന്നെ നമുക്ക് പ്രധാനമന്ത്രിയോട് ചോദിക്കാനുള്ളത്, പ്രധാനമന്ത്രി ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്ന ഈ മുൻ BJP MP പ്രജ്വൽ രേവണ്ണ ഇപ്പം ശരിക്കും പറഞ്ഞ് എന്ത് കേസിൽ അകത്ത് കിടക്കുന്നത്? അദ്ദേഹത്തിനെതിരെ എത്ര സ്ത്രീ പീഡന കേസുകളാണ്? ഡസൻ കണക്കിലാണോ? അതിനും മുകളിലല്ലേ? അത് ശരിക്കും ചാർജ് ചെയ്തിരിക്കുന്ന കേസ് തന്നെയാണല്ലോ, അല്ലാതെ വെറും ആരോപണങ്ങൾ മാത്രമല്ലല്ലോ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസിൻ്റെ, അതായത് ADRൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം BJPയുടെ 54 MLAമാരും MPമാരുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ പീഡന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ക്രിമിനൽ കേസുകളിൽ പെട്ടവരായിട്ടുള്ളത്. അപ്പം ശരിക്കും എത്രമാത്രം വലിയൊരു ഗാങ്ങിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ഉൾപ്പെടുന്ന BJP മുന്നണി സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് അല്ലെ പരിപാലിച്ചു കൊണ്ടുപോകുന്നത്. അതല്ലെങ്കിൽ ആ ഗാങ്ങിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ സ്ത്രീ പീഡന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രാഹുൽ മാക്കൂട്ടത്തിനെ ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ ഈ സ്വന്തം കാര്യമൊന്നും നോക്കേണ്ടതല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തരംതാണ് പോയി ഒരു പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ. രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിഷയം നമുക്കറിയാം, അതൊരു ആരോപണങ്ങൾ മാത്രമാണെന്നുള്ള കോടതികൾ വരെ കണ്ടെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം വളരെ വ്യക്തമായിട്ട് ഉള്ളപ്പോൾ ഒരു മറ്റൊരു രാഷ്ട്രീയ നേതാവ് പറയുകയാണെങ്കിലും ഓക്കെ, അല്ലെ BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പറയുവാണെങ്കിലും ഓക്കെ, ഇവിടുത്തെ CPMൻ്റെ ജനറൽ സെക്രട്ടറി പറയുവാണെങ്കിലും ഓക്കെ. പക്ഷേ അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ പോലെയൊക്കെ ഉള്ളവർ ഇത്തരം നിരുത്തരവാദപരമായ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ അത് എത്രമാത്രം അപഹാസ്യമാണ്. നിങ്ങളുടെ വില തന്നെ ഇല്ലാതാക്കിക്കളയാണ്. നിങ്ങളെയൊക്കെ ഈ സ്ഥാനത്തൊക്കെ കാണുമ്പോൾ ആ സ്ഥാനത്തിന് പൊതുസമൂഹം വലിയൊരു വില നൽകുന്നുണ്ട്. ആ വില ഇല്ലാതാക്കുന്ന പ്രവർത്തനമാണ് എന്നുള്ളതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ശരി, അതിന് കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ രാഹുൽ മാക്കൂട്ടം തന്നെ കൊടുത്തിട്ടുണ്ട്. രാഹുൽ മാക്കൂട്ടം കൊടുത്തിരിക്കുന്ന മറുപടി സോഷ്യൽ മീഡിയയിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവണം. ഏതായാലും അത് ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കുകയാണ്. രാഹുൽ മാക്കൂട്ടം പറഞ്ഞിരിക്കുന്നത്, അതിനും കൊടുത്തിരിക്കുന്ന മറുപടി ഇതാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആ മറുപടി ഒന്ന് വായിക്കാം. മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, അങ്ങനെ തന്നെയാണ് രാഹുൽ മാക്കൂട്ടം അഭിസംബോധന. മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, പാലക്കാട് വന്ന് താങ്കൾ വല്ലാതെ വാചാലനായല്ലോ സ്ത്രീ സുരക്ഷയെ പറ്റിയൊക്കെ. സ്ത്രീ സുരക്ഷ എന്ന വാക്ക് ഉച്ചരിക്കാൻ എങ്കിലും നിങ്ങൾക്ക് അവകാശം ഉണ്ടോ? ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് വാനോളം ഉയർത്തിയ വിനേഷ് ഫോഗട്ടും സാക്ഷി മാലിക്കും ബജ്രംഗ് പൂനിയയും അവർക്ക് നേരിടേണ്ടി വന്ന അതിക്രമത്തെപ്പറ്റി ഉന്നയിച്ചപ്പോൾ ഈ രാജ്യം തലകുനിച്ച് നിന്ന് നാളുകൾ അങ്ങ് മറന്നാലും ഇന്ത്യ മറക്കില്ല. അന്നവർ ആരോപണം ഉന്നയിച്ച അങ്ങയുടെ സുഹൃത്ത് ബ്രിജ് ഭൂഷണെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച ആളല്ലേ നിങ്ങൾ? നിങ്ങളാണോ ധാർമ്മികതയെപ്പറ്റി പ്രസംഗിക്കുന്നത്? ഇത് നമുക്കറിയാം. അതായത് മുൻ ഗുസ്തി അസോസിയേഷൻ്റെ പ്രസിഡന്റ് ബ്രിജ് ശരൺ ഭൂഷൺ
അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ മാത്രമല്ല, അത് കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. വലിയ സമരങ്ങൾ വരെ നടന്നു. കാരണം ഗുസ്തി താരങ്ങളായിട്ടുള്ള 18 വയസ്സിൽ താഴെയുള്ള യുവതികളെ പോലും പീഡിപ്പിച്ചു എന്നുള്ളത് വളരെ ഗൗരവം കൂടിയ ഗുരുതരമായ കുറ്റമായിരുന്നു. പക്ഷേ അതിനകത്തെല്ലാം നിന്ന് തന്ത്രപരമായിട്ട് BJP സർക്കാർ ആ വ്യക്തിയെ സംരക്ഷിച്ചു. കാര്യം നമ്മളിവിടെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആ കാര്യമാണ് രാഹുൽ മാക്കൂട്ടം ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, കർണാടകയിലെ അങ്ങയുടെ വിശ്വസ്തൻ യെദിയൂരപ്പയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചത് താങ്കൾ അല്ലേ? എന്നിട്ട് ഇത് പറയാൻ നാണമില്ലേ? ഇനി അടുത്തത്, അതും പോട്ടെ, അങ്ങ് ഇതൊക്കെ വന്ന് പറഞ്ഞ പാലക്കാട്ടെ BJPയുടെ മുഖ്യ സംഘാടകനില്ലേ? അവരുടെ കയ്യിലിരിപ്പിനെ പറ്റി എന്തെങ്കിലും ബോധ്യം താങ്കൾക്ക് വേണ്ടേ? ഇതെല്ലാം പോട്ടെ, അങ്ങയുടെ പാർട്ടിയുടെ തലമുതിർന്ന നേതാവും രാജ്യസഭാ മെമ്പറും ആയിരുന്ന സുബ്രഹ്മണ്യ സ്വാമി അങ്ങയെപ്പറ്റി ഉന്നയിച്ച ആരോപണത്തെപ്പറ്റി ഒരു വാക്ക് പ്രതികരിക്കാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ? അതും പോട്ടെ, നിങ്ങളുടെ ഏറ്റവും വലിയ ന്യായീകരണ തൊഴിലാളിയും മോദി ഭക്തയുമായിരുന്ന, നിങ്ങളെപ്പറ്റി പുസ്തകം വരെ എഴുതിയ എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ മധു പൂർണിമ കിശ്വാർ കഴിഞ്ഞ ദിവസം നിങ്ങളെപ്പറ്റി പറഞ്ഞതിനെപ്പറ്റി എന്തെങ്കിലും പ്രതികരണമുണ്ടോ? എന്തുകൊണ്ട് ആണ് നിങ്ങളോട് അവർ 2014 മുതൽ അകലം പാലിക്കുന്നത് എന്നും നിങ്ങളെപ്പറ്റി എഴുതിയ ബുക്ക് നേരിട്ട് കൈമാറാത്തത് എന്തുകൊണ്ടാണ് എന്ന് അവർ പറഞ്ഞതിനെപ്പറ്റി എന്തു പറയുന്നു? ഇതൊക്കെ പറയാൻ ദേശീയ മാധ്യമങ്ങൾക്കും ചില മലയാള മാധ്യമങ്ങൾക്കും പേടി കാണും. എനിക്ക് പേടി നഹി എന്ന് പറഞ്ഞാൽ നഹി. മോദി ആദ്യം ആപ്ക കണ്ണിലെ തൂമ്പ എടുക്കുഹോ, പിന്നെ മേരാ കണ്ണിൽ ഉണ്ട് എന്ന് ആരോപിക്കുന്ന കരടെടുക്കാം ഹേ. ഇതാണ് രാഹുൽ മാക്കൂട്ടം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നാടൻ ഭാഷയിൽ ഒരു ചൊല്ലുണ്ടല്ലോ, ആദ്യം സ്വന്തം കണ്ണിലെ കമ്പെടുക്കുക, എന്നിട്ട് ആരാൻ്റെ കണ്ണിലെ കരടെടുക്കുക. ഇതിനകത്ത് രാഹുൽ മാക്കൂട്ടം പറഞ്ഞു വെച്ചിരിക്കുന്ന ആദ്യം സ്വന്തം കണ്ണിലെ തൂമ്പ എടുത്ത് മാറ്റുക, എന്നിട്ട് ആരാൻ്റെ കണ്ണിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ആരോപിക്കപ്പെടുന്ന കരട് എടുക്കുന്നതിനെപ്പറ്റി ആലോചിക്കാം എന്ന് തന്നെയാണ്. അതുതന്നെയാണ് അതിനകത്തുള്ള കൃത്യമായിട്ടുള്ള ആൻസർ. കാരണം ഭരണഘടനാ പ്രകാരമാണല്ലോ നമ്മുടെ ഈ രാജ്യം തന്നെ നിലനിൽക്കുന്നത്. രാജ്യത്തെ എല്ലാ സംവിധാനവും മുന്നോട്ട് പോകുന്നു ഭരണഘടനാ പ്രകാരമാണ്. അപ്പോൾ ഭരണഘടനാ പ്രകാരമുള്ള ഒരു പദവിയിലിരിക്കുന്ന പ്രധാനമന്ത്രി അതേ ഒരു ഭരണഘടനാ പ്രകാരമുള്ള ഒരു MLA പറ്റി ഈ രീതിയിൽ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ MLA കൃത്യമായിട്ട് ഇങ്ങനെ തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത്. പല ആൾക്കാരും പല വ്യക്തികളും ഇത്തരം മറുപടികൾ കൊടുക്കുന്നതിനകത്ത് വളരെ പുറകോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉന്നത സ്ഥാനീയരായിട്ടുള്ള പല വ്യക്തികളും, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയെ പോലെയൊക്കെ ഉള്ളവർ ഈ രീതിയിൽ ലൈസൻസ് ഇല്ലാതെ പറഞ്ഞു പോകുന്നത്. അപ്പം പറഞ്ഞു പോകുന്നതിന് കൃത്യമായി മറുപടി കൊടുക്കുക തന്നെ വേണം. അങ്ങനെ കൊടുക്കുമ്പോൾ മാത്രമാണ് പൊതുസമൂഹത്തിൻ്റെ നീതിബോധം ഉയർന്നു തന്നെ നിൽക്കുന്നത്. എന്താണെങ്കിലും ശരി, കോൺഗ്രസിൽ കരുത്തനായിട്ടുള്ള ഒരു അതിശക്തനായിട്ടുള്ളൊരു സിംഹം തന്നെയായിരുന്നു രാഹുൽ മാക്കൂട്ടം. രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുൻപന്തിയിൽ നിന്നത് നമ്മുടെ കോൺഗ്രസിൻ്റെ തന്നെ ഉന്നതരായിട്ടുള്ള ചുരുക്കം ചില നേതാക്കൾ. അത് തന്നെയാണ് നമ്മൾ സതീശനിസ്റ്റുകൾ എന്ന് പറയുന്നത്. കാരണം സതീശൻ്റെ ആ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധം, അല്ലെ അസൂയ, അല്ലെ കുശുമ്പ്, അത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഏറ്റവും വ്യക്തമായിട്ട് വന്നിരുന്നത് കൊണ്ട് തന്നെയാണ് രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി മാറ്റി നിർത്തേണ്ടി വന്നത്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ക്ഷീണം സംഭവിക്കുന്നത് കോൺഗ്രസിനും UDFനുമാണ്. അതിനേക്കാളെല്ലാം ഉപരി അത് സതീശന് തന്നെ പാരയാകും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഇലക്ഷനിൽ പറഞ്ഞു വെക്കാനുള്ളത്. എന്തൊക്കെയാണെങ്കിലും ശരി, ഇതിനകത്ത് പൊതുസമൂഹം ഈ രണ്ടുപേരുടെയും, അതായത് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെയും അതോടൊപ്പം തന്നെ പാലക്കാട് MLA രാഹുൽ മാക്കൂട്ടത്തിൻ്റെയും ഈ വാഗ്വാദത്തെ വളരെ ശ്രദ്ധയോടുകൂടി ഈ രാഷ്ട്രീയ മണ്ഡലത്തിൽ കാണുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നന്ദി.